നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പ്രസവത്തിന് ശേഷം അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ നാടൻ മരുന്ന്, കുളി, ഉഴിച്ചിൽ, വയറുകെട്ടൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു പ്രസവം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷതം സംഭവിക്കുന്നത് യോനി ഭാഗത്തെ മസിലുകൾക്കാണ്. അപ്പോൾ അവയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം അവർ അവഗണിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു ഐഡിയ ഇല്ല. പ്രസവ സമയത്ത് ഏറ്റവും കൂടുതൽ ഡാമേജ് പറ്റുന്നത് ഈ യോനി ഭാഗത്തെ പേശികൾക്കാണ്. ആൾക്കാർ അവെയർ അല്ല എന്നുള്ളതും അല്ല, അതിനെ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസും ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ നമ്മള് കുറെ കാലം കഴിയുമ്പോ ഒരു 35 വയസ്സ് 40 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പേശിബലം കുറഞ്ഞിട്ടാണ് ഈ ഗർഭപാത്രം താഴ്ച അല്ലെ മൂത്രസഞ്ചി താഴ്ച, ഈ പറയുന്ന പോലെ ഇടക്കിടക്ക് ചുമയ്ക്കുമ്പം തുമ്മുമ്പോ ഒക്കെ മൂത്രം ഒഴിഞ്ഞു പോകുന്നതിനൊക്കെ ബേസിക് കാരണം എന്ന് പറയുന്നത് ഈ പ്രസവ സമയത്ത് യോനി ഭാഗത്തെ പേശികൾക്ക് ഉണ്ടാകുന്ന ക്ഷതം തന്നെയാണ്. അതിന് റിപ്പയർ ചെയ്യണം എന്നുള്ളത് ആർക്കും അറിയില്ല. അത് അല്ലെങ്കിൽ നമ്മൾ അതിന് ആ മസിൽസിന്റെ പേശിബലം കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യണം. ഈ പോസ്റ്റ്പാർട്ടം നമ്മൾ പല വെൽനസ് പ്രോഗ്രാമുകളും അവൈലബിൾ ആണ്. പിന്നെ നമ്മള് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ എണ്ണതീച്ചൂളി ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ കൂടെ ഈ പേശിബലം കൂട്ടാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ശരിയാണ്. പ്രസവരക്ഷയുടെ കൂടെ തന്നെ യോനി ഭാഗത്തെ മസിലുകൾ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നുള്ള കാര്യവും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലേ?